ജലം അതിന്റെ നാഥനെ കണ്ടെത്തിയെന്നൊക്കെ പറയില്ലേ, അതുപോലെ കുറച്ച് വൈകിയെങ്കിലും എസ് രാജേന്ദ്രൻ ബി.ജെ.പിയിൽ അംഗത്വമെടുത്തു. CPIM-ൽ നിന്നും പലതും സഹിച്ചെന്നും ഉപദ്രവിക്കരുതെന്നും ഒക്കെ പറഞ്ഞെന്നാണ് രാജേന്ദ്രൻ ഇന്ന് പറഞ്ഞത്. ആട്ടെ, എന്തായിരുന്നു ആ ഉപദ്രവങ്ങൾ? എന്തായാലും വേറൊരു പാർട്ടിയിൽ ചേർന്നു. ഇനിയിപ്പോ CPIM രാജേന്ദ്രനെ ഉപദ്രവിച്ചത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിൽ പറയുന്നതിൽ എന്താണ് തടസ്സം? പറയില്ല. കാരണം പാർട്ടിക്കുള്ളിൽ യൂദാസിന്റെ പണിയെടുത്ത ആളാണ് എസ് രാജേന്ദ്രൻ. അത് തെളിവുകൾ അടക്കം കണ്ടെത്തിയാണ് CPIM രാജേന്ദ്രനെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. പ്രവർത്തിച്ചിരുന്ന പാർട്ടിയെ എങ്ങനെയാണ് രാജേന്ദ്രൻ ചതിച്ചതെന്ന് പറയും മുമ്പ് CPIM രാജേന്ദ്രനെ എങ്ങനെയാണ് പരിഗണിച്ചിരുന്നതെന്ന് കൂടി പറയണമല്ലോ. ഒന്നും രണ്ടുമല്ല, 3 തവണയാണ് എസ് രാജേന്ദ്രനെ CPIM ദേവികുളത്ത് നിന്ന് മത്സരിപ്പിച്ച് MLA ആക്കിയത്. 15 വർഷക്കാലം പാർട്ടി ടിക്കറ്റിൽ രാജേന്ദ്രൻ നിയമസഭയിലിരുന്നു. അങ്ങനെ അവസരം കിട്ടിയ എത്ര MLA-മാരുണ്ട് ഈ പാർട്ടിയിൽ? ഒടുവിൽ 2 ടേം മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന നിബന്ധന വന്നപ്പോഴാണ് ദേവികുളത്ത് രാജേന്ദ്രന് പകരം CPIM മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ തീരുമാനിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ മാറി നിൽക്കേണ്ടി വന്ന എത്രയോ MLA-മാരും മന്ത്രിമാരുമുണ്ട്. അവരെല്ലാം രാജേന്ദ്രനെ പോലെ BJP-യിൽ ചേർന്നു. ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള പാർട്ടിയാണ് CPIM. അവരിൽ 10% പേർക്ക് പോലും ഒരു ജനപ്രതിനിധിയാവാൻ അവസരം കിട്ടാത്തവരാണ്. 1% പോലും ഒരു MLA സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അവസരം കിട്ടാത്തവരാണ്. അവർ ആരെങ്കിലും CPIM-നെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ? അവിടെയാണ് 3 തവണ അവസരം കിട്ടിയ രാജേന്ദ്രൻ CPIM ഉപദ്രവിച്ചു എന്ന ബാലിശമായ ആരോപണം ഉയർത്തുന്നത്. 4മത് മത്സരിക്കണമെന്നതായിരുന്നു രാജേന്ദ്രന്. എന്നാൽ സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്നതോടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിലെ CPIM സ്ഥാനാർത്ഥി രാജയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ 2022 ജനുവരിയിലാണ് എസ് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ രാജേന്ദ്രൻ പങ്കെടുത്തെങ്കിലും ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തുന്നില്ലെന്ന് ആദ്യം മുതലേ പ്രവർത്തകർക്കിടയിൽ അഭിപ്രായമുണ്ടായിരുന്നു. ഒരു വേദിയിലും സ്ഥാനാർത്ഥിയായ രാജയെ വിജയിപ്പിക്കണമെന്ന് എസ് രാജേന്ദ്രൻ പ്രസംഗിച്ചിട്ടില്ല. മണി അടക്കമുള്ള ജില്ലാ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും രാജയുടെ പേര് പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പിൽ രാജ വിജയിച്ചെങ്കിലും പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച വോട്ടും കിട്ടിയില്ല, പ്രത്യേകിച്ച് രാജേന്ദ്രന് സ്വാധീനമുള്ള മേഖലകളിൽ. ഇതോടെ വിവിധ ഘടകങ്ങളിലുള്ളവരെല്ലാം കൂട്ടായി രാജേന്ദ്രനെതിരെ പാർട്ടിക്ക് പരാതി നൽകി. മറയൂർ, മൂന്നാർ, അടിമാലി ഏരിയ കമ്മിറ്റികളിൽ പരാതി ഉയർന്നു. രാജേന്ദ്രൻ ജാതി അടിസ്ഥാനത്തിൽ വിഭജനം നടത്തി പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു പരാതികളേറെയും. തുടർന്നാണ് മുതിർന്ന നേതാക്കളായ CB വർഗീസ്, VN മോഹനൻ എന്നിവരെ അന്വേഷണ കമ്മീഷനായി ജില്ലാ കമ്മിറ്റി നിയോഗിച്ചത്. പരാതികളിൽ കഴമ്പുണ്ടെന്നായിരുന്നു അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥത കാട്ടിയില്ല, പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നു, വോട്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയവയും കമ്മീഷൻ കണ്ടെത്തി. ഇങ്ങനെയാണ് രാജേന്ദ്രനെതിരെ സസ്പെൻഷൻ നടപടി വരുന്നത്. ഇവിടെ CPIM ചെയ്തതിൽ എന്താണ് തെറ്റ്? രാജേന്ദ്രന് അധികാരത്തിൽ കടിച്ചു തൂങ്ങണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അത് CPIM അനുവദിച്ചില്ല. രാജേന്ദ്രൻ ആഗ്രഹവുമായി മറ്റൊരു പാർട്ടിയിൽ ചേർന്നു. ഇതാണ് യാഥാർത്ഥ്യം.